ഇന്നിപ്പോ കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക നായകന്മാർ ഇവിടെ സംസാരിക്കാൻ വേണ്ടി സന്നിധരായിട്ട് നിൽക്കുമ്പോൾ ദീർഘമായൊരു അധ്യക്ഷ പ്രസംഗത്തിനൊന്നും മുതിരാനുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകയല്ല ഞാൻ എന്നുള്ളത് എല്ലാ സഹാക്കൾക്കും അറിയാം. പക്ഷെ മലപ്പുറം ജില്ലയിൽ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ചേർത്ത് നമ്മുടെ പഴയകാല നാടക പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടും പല രീതിയിലുള്ള കഥാപ്രസംഗങ്ങളുടെ രൂപത്തിലുമൊക്കെ മലപ്പുറം ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനത്തിനെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിലമ്പൂർ ആയിഷയെ പോലെയുള്ളവർ, EK മൂന്നിനെ പോലെയുള്ളവർ, അതുപോലെ തന്നെ നിലമ്പൂർ ബാലനെ പോലെയുള്ളവർ, അങ്ങനെയുള്ള പഴയകാലത്ത് അറിയപ്പെട്ടിരുന്ന ആയിഷത്തെ പോലെയുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ മലപ്പുറം ജില്ല. നമുക്കറിയാം, ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പ്രവർത്തനം എത്രമാത്രം ദുഷ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു എന്നുള്ളതിന്റെ മികച്ച തെളിവുമായിട്ട് ഇന്നും ആയിഷത്തെ ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ ഇടയിൽ. കാരണം അവരുടെ നാടകത്തിന് വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ തോക്കെടുത്ത് വെടിവെച്ചിട്ടുള്ളതിന്റെ വെടി കൊണ്ടതിന്റെ അടയാളമടക്കം കല്ലെറിഞ്ഞതിന്റെ നെറ്റിയിലെ പാടുമായിട്ട് ചോരയൊലിപ്പിച്ച് നാടകം അവസാനിപ്പിച്ചതും നാടകത്തിലെ ഒരു ചലനത്തിന്റെ ഇടയിൽ മാത്രം ആ വെടിയുണ്ട അവരുടെ നെഞ്ചിലേക്ക് കയറാതെ അത് കട്ടണിൽ പോയി കൊണ്ടിട്ടുള്ളതുമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതാണ്. അപ്പോ അത് മാത്രമല്ല, അത് പഴയകാലത്തെ ചരിത്രമാണ് എങ്കിൽ ഞങ്ങളൊക്കെ സംഘടനാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് നമ്മുടെ തിരൂരിലുണ്ടായിരുന്ന കഥകളി നൃത്തം ചെയ്തിരുന്ന ഹൈദരലി അദ്ദേഹത്തെ കഥകളി നടത്താൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് മൻസിയ വളരെ ഏറ്റവും നല്ല കലാകാരി എന്നുള്ള നിലയിൽ ഇപ്പൊ ലോകം തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നർത്തകി, ഒഡീസി നൃത്തമായാലും ഭരതനാട്യമായാലും കുച്ചിപ്പുടി ആയാലും ഒക്കെ ലോകപ്രശസ്തിയായിട്ടുള്ള നർത്തകിയായി മാറിയിട്ടുള്ള മൻസിയ, അവര് ആ കലാപരിപാടി അവതരിപ്പിച്ചതിന്റെ പേരിൽ അവരെ ബഹിഷ്കരിക്കുക മാത്രമല്ല, അവരുടെ ഉമ്മ മരിച്ചപ്പോ അവരുടെ സ്വന്തം നാട്ടിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാൻ പോലും അനുവദിക്കാതിരുന്ന യാഥാസ്ഥികത്വം, അവരുടെ കുടുംബത്തെ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളും മഹിളാ പ്രസ്ഥാനങ്ങളും അവരുടെ കൂടെ നിന്നുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മലപ്പുറത്തിന്റെ മണ്ണിൽ, മലപ്പുറത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള മലപ്പുറം കുന്നുമ്മലിൽ മൻസിയെ കൊണ്ടുവന്ന് നൃത്തം ചെയ്യിച്ച് നടരാജ വിഗ്രഹം തന്നെ അവൾക്ക് സമ്മാനം കൊടുത്ത് അവളെ പ്രോത്സാഹിപ്പിച്ചവരാണ് ഞങ്ങളൊക്കെ. ഞാനിത് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായി കലാപരിപാടികളും നാടകങ്ങളും എഴുത്തുകളും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളൊന്നും വിനിയോഗിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലേക്കുള്ള തിട്ടൂരങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്കുള്ള അനുഭവം, എന്റെയൊക്കെ വീട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കട്ട പിടിച്ച യാഥാസ്ഥികത്വത്തിന്റെ നടുവിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. വളരെ ചെറുപ്പത്തിൽ മറ്റുള്ളവർ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾ എന്നുള്ള നിലയിൽ സ്കൂളിൽ ഡാൻസ് കളിക്കാനുള്ള വലിയ ആഗ്രഹം തോന്നി. പക്ഷേ ഡാൻസ് കളിക്കാനുള്ള അനുവാദം ഒരു കാരണവശാലും കിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചിരുന്ന ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂള്, അവിടെ സ്കൂൾ കലാപരിപാടികൾ നടക്കുമ്പോൾ അത് യൂത്ത് ഫെസ്റ്റിവൽ ആയാലും കലാമത്സരങ്ങളായാലും അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ നിന്ന് അവരുടെ രക്ഷിതാക്കൾ എൻ്റെ കുട്ടി നൃത്തം ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ നൃത്തം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പരിപാടികളിലൊക്കെ കൂടുന്നു എന്ന് വന്നപ്പോൾ എനിക്ക് വലിയ ആഗ്രഹം തോന്നി, ഒന്ന് ഡാൻസ് കളിച്ചാൽ എന്താണെന്ന്. അപ്പൊ ഡാൻസ് പഠിപ്പിക്കാൻ സീനിയർ വിദ്യാർത്ഥിനി തയ്യാറാവുകയും ചെയ്തു. ഞങ്ങളെയൊക്കെ ഡാൻസ് പഠിപ്പിച്ചു. പക്ഷെ ഒരു വലിയ പ്രശ്നമാണ്, കാരണം സ്റ്റേജിൽ കയറാൻ പറ്റില്ല. സ്റ്റേജിൽ കയറണമെങ്കിൽ ബാപ്പയുടെ അനുവാദം വേണം. അപ്പോ എൻ്റെ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ബാപ്പയോട് ചോദിച്ചാൽ അനുവാദം കിട്ടുന്ന പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി കുട്ടികൾ പരീക്ഷ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ബാപ്പാര് വേഗം തിരക്ക് പിടിച്ച് ഇറങ്ങി പോകുന്ന സമയത്താണ് പ്രോഗ്രസ് കാർഡ് ഒപ്പിടിക്കുക. പക്ഷെ എന്നെ പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ എനിക്ക് വേണ്ടിയിരുന്നില്ല.
അത്യാവശ്യം ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ പഠിച്ചിരുന്നത് കൊണ്ട് പ്രോഗ്രസ് കാർഡ് വളരെ സന്തോഷത്തോടെ തന്നെ വാപ്പാനോട് ഒപ്പിടിപ്പിക്കും. പക്ഷെ ഡാൻസ് കളിക്കുന്ന കാര്യം അങ്ങനെയല്ലല്ലോ. യാതൊരു കാരണവശാലും അനുവാദം കിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. ബാപ്പ രാവിലെ ഒരുങ്ങി പുറത്തേക്ക് പോവാൻ നേരെ ഗേറ്റിന്റെ പടിക്കലെത്തിയപ്പോ ഞാൻ പിന്നാലെ ഓടി ചെന്നിട്ട് പറഞ്ഞു, ബാപ്പ ഇതിന്റെ അടിയിലൊന്ന് ഒപ്പിട്ടേരി. ഞാൻ പറഞ്ഞു, എന്റെ കുട്ടി എനിക്ക് ഡാൻസ് കളിക്കാൻ സമ്മതമാണ് എന്ന് മേലെ ഞാൻ എഴുതി ചേർത്ത് ഗേറ്റിന്റെ അവിടുന്ന്. ബാപ്പ പഴയ 2ാം ക്ലാസ്സുകാരനായതുകൊണ്ട് പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല. പത്രമൊക്കെ വായിക്കുമെങ്കിലും കുറച്ച് സമയം എടുക്കും. അപ്പൊ തിരക്ക് പിടിച്ചു പോകുന്ന സമയമായതുകൊണ്ട് അങ്ങനെ വായിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു, വേഗം ഒപ്പിട്ട് തന്നു. അത് സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ ഡാൻസ് കളിച്ചു. പിറ്റേ ദിവസം ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എന്നോട് ചോദിച്ചു, നീ എന്നെ പറ്റിച്ചിട്ടാണല്ലേ ഡാൻസ് കളിച്ചത്, നീ ഡാൻസ് കളിച്ചു എന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്നുള്ള ആ ശകാരം അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് മാത്രമല്ല, എന്റെ മൂത്ത സഹോദരൻ, ഞാൻ മലപ്പുറം ജില്ലയുടെ പഴയകാലത്തെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഇത് പറയുന്നത്. എന്റെ മൂത്ത സഹോദരൻ നന്നായി നാടകം അഭിനയിക്കുന്ന ആളായിരുന്നു. അപ്പൊ നാടകം എഴുതുകയും അഭിനയിക്കുകയും ചെയ്തു എന്നുള്ള ഒറ്റ കാരണത്താൽ, അതും പുരോഗമന ആശയമുള്ള നാടകങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് അന്ന് സ്ത്രീയായി വേഷം നടികളെ നമ്മുടെ മലപ്പുറം ജില്ലക്കകത്ത് അധികം കിട്ടാനില്ലാത്തത് കൊണ്ട് നിലമ്പൂരിൽ കുറച്ചുകൂടി പുരോഗമന ആശയമുള്ളവർ ആയിഷാത്തൊക്കെ പഴയ കാലത്ത് ഇറങ്ങി വന്നതാണല്ലോ. അപ്പൊ ഇന്ദിര എന്ന് പറയുന്ന ഒരു സഹോദരി ആ നാടകത്തിൽ, സഹോദരൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ള നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി സന്നദ്ധമായി വരികയും ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ആ നാടകം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോ ഞങ്ങളെല്ലാം ഒളിച്ചും പാത്തും ബാപ്പ അറിയാതെ പിന്നിലെ വാതിലൂടെയൊക്കെ പോയി ആ നാടകമൊക്കെ കണ്ട് തിരിച്ചു വന്ന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആദ്യം ബാപ്പ ആങ്ങളയോട് പറഞ്ഞത്, നീ അവിടെ തന്നെ നിന്ന് ഇങ്ങോട്ട് കയറണ്ട എന്നാണ്. അത് മാത്രമല്ല, പുരോഗമന പ്രസ്ഥാനത്തിൽ നാടകത്തിൽ അഭിനയിക്കുന്നു, പുസ്തകം വായിക്കുന്നു, സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നു, രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു. ഇതൊക്കെ നടത്തു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. എന്റെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് ഞാൻ കാണുന്നത് നാടകത്തിൽ അഭിനയിച്ചാലും പുസ്തകം വായിച്ചാലും അടികൊള്ളുന്ന സഹോദരനെയാണ്. അവൻ ദൈവമില്ലാത്തവനായി മാറും. അവൻ പടച്ചവന്റെ ഭാഗത്തേക്ക് കുറ്റമാണ് ചെയ്യുന്നത്, നരകത്തിലെ കൊള്ളിയായി മാറുകയാണ് എന്ന് അപ്പുറത്ത് മതപ്രഭാഷണം നടത്തുകയും, അതുപോലെ തന്നെ ബാപ്പയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള അന്നത്തെ സീതി ഹാജി MLA, അന്ന് MLA ആയിട്ടില്ല, ബാപ്പയുടെ അടുത്ത സുഹൃത്ത് ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പൊ അദ്ദേഹം പറയും, മകനിതാ കേടുവന്ന് പോവുകയാണ്, അതുകൊണ്ട് അവനെ പിടിച്ച് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. അവൻ 2nd പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ആ പഠിക്കുന്ന കാലത്ത് അവസാനം പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി, ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, വീട്ടിലേക്ക് കയറാൻ അനുവദിക്കാതെ വളരെ അപകടകരമായ എന്തോ സംഭവങ്ങൾ നടത്തുന്നു. ഞാൻ കുട്ടിക്കാലത്ത് നോക്കിക്കാണുമ്പോൾ എന്റെ സഹോദരൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്നെ പുഴയിൽ കൊണ്ടുപോയി നീന്തിക്കുന്നത് അവനാണ്, മരത്തുമ്മ കയറ്റി നിർത്തുന്നത് അവനാണ്. അപ്പൊ എനിക്ക് വലിയ സ്നേഹമുള്ള, ഞാൻ ഏറ്റവും ചെറിയ കുഞ്ഞു പെങ്ങളാണ്. അപ്പോ തോളിൽ കയറി നടക്കുന്ന ആ ഒരു സ്വഭാവം, തോളിലിരുന്ന് കഴുത്തിലിരുന്നിട്ട് എന്താ പറയാ, പലരും പറയുമല്ലോ തോളിലിരുന്ന് മൂക്ക് കടിക്കുകയെന്ന്. അപ്പൊ അത് നടത്താൻ പറ്റുമെന്ന് വരെ ഞാൻ എന്റെ ആംഗ്ലന്റെ തോളിൽ കയറി പരീക്ഷിച്ച ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമാണ്, അത്ര ചെറുപ്പത്തിലുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ സഹോദരൻ എന്തിനാണ് ബാപ്പ അടിക്കുന്നത്? അപ്പൊ ബാപ്പ അടിക്കുന്നത് നാടകത്തിൽ അഭിനയിക്കുന്നതിനാണ്, പുസ്തകം വായിക്കുന്നതിനാണ്, സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നതിനാണ്. അങ്ങനെ അടിച്ചിറക്കി അവസാനം പഠനം മുടങ്ങി അവൻ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് മുണ്ടേന്തോട് ഫാമിലേക്ക് സൂപ്പർവൈസറുടെ പണിക്ക് പോകുമ്പോ അവന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല. അവന് വരുന്നത് കണ്ടാൽ വലിയ വടിയെടുത്തിട്ട് ഓങ്ങി നിൽക്കുന്ന ബാപ്പയുടെ ആ രംഗം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞങ്ങളെല്ലാം കൂട്ടക്കരച്ചിലാണ്. ബദറുന്നീസ അവൾ ഇന്നിപ്പോ KSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, എന്റെ ജ്യേഷ്ഠത്തിയുടെ മകളാണ്. അവളെ പ്രസവിച്ചു കിടക്കുന്ന സമയത്താണ് വീട്ടിലൊരു വലിയ അടി ഈ നാടകത്തിന്റെയും ഈ വായനയുടെയും ഒക്കെ പേരിൽ നടക്കുമ്പോ ബദറുന്നീസയുടെ ഉമ്മ ചാടി വാപ്പയുടെ കയ്യിലേക്ക് തൂങ്ങിപ്പിടിച്ചപ്പോ തല്ലി മാറ്റിയിട്ട് അവളുടെ കൈക്കുഴ തെറ്റിയിട്ടുള്ള സംഭവം അടക്കം എന്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ ഉമ്മ, മാതൃസ്നേഹം എപ്പോഴും അങ്ങനെയായിരിക്കുമല്ലോ. കാരണം ഉമ്മാക്ക് മകൻ തെറ്റ് ചെയ്യുന്നതായിട്ട് ഉമ്മാക്ക് ബോധ്യപ്പെടുന്നില്ല. അവന് ദൈവമില്ല, അല്ലെങ്കിൽ അവന് വായിക്കുന്നു, അവൻ പള്ളിയിൽ പോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ സാംസ്കാരിക പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പോകുമെന്നുള്ള ആശങ്ക കൊണ്ടാണ്, വാപ്പ ക്രൂരനായതുകൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരൊക്കെ വിശ്വസിച്ചു വെച്ചത് ഇതൊക്കെ ചെയ്താൽ നാളെ നരകത്തിലേക്ക് പോകും, അങ്ങനെ എന്റെ മകൻ നരകത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ അവനെ അടിച്ച് നന്നാക്കിക്കൊള്ളണം എന്നുള്ള കാഴ്ചപ്പാട് വെച്ചിട്ടാണ്.
അന്ന് എന്റെ ഉമ്മ ചെയ്തിരുന്നത് വീടിന്റെ പിന്നാമ്പുറത്ത് തുണി വിരിച്ചിടുന്ന അഴയിൽ അവന് മുണ്ടേതോട് എസ്റ്റേറ്റിലേക്ക് പോകുമ്പോ അന്ന് മലയോര പ്രദേശമാണ്, ഒരു ചായ പോലും കിട്ടാത്ത സ്ഥലമാണ്. അപ്പൊ അവർക്ക് കഞ്ഞി വെക്കാനുള്ള അരി, ആ അരി ഒരു തോർത്തുമുണ്ടിനകത്ത് രാത്രി സമയത്ത് അത് കെട്ടി പിന്നാമ്പുറത്തെ മുറ്റത്തുള്ള അയലിൽ കെട്ടി തൂക്കിയിട്ട് രാവിലെ വെളുപ്പാങ്കാലത്ത് 6 മണിയാവുമ്പോ എന്റെ സഹോദരൻ വന്ന് ആ അരി എടുത്ത് കൊണ്ടുപോയിട്ട് മുണ്ടേന്തോട് എസ്റ്റേറ്റിൽ കഞ്ഞി കുടിച്ച് വളർന്നിട്ടുള്ള കഞ്ഞി വെച്ച് കുടിച്ചിട്ടാണ് അവൻ ജോലിക്ക് പോയിരുന്നത്. ഞാനിത് പറയുന്നത് മലപ്പുറം ജില്ലയാണ്. ആ മലപ്പുറം ജില്ലയിൽ എങ്ങനെയൊക്കെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടത്തിയത്. പക്ഷെ എന്റെ സഹോദരൻ 1 ഇഞ്ച് പോലും പുറകോട്ട് പോയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഇതിന്റെയൊക്കെ പേരിൽ ഒരുപാട് ആന്തരിക സംഘർഷങ്ങൾ ആ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ഉണ്ടാവുകയാണ്, ഒറ്റപ്പെടുത്തലുകൾ. ഞാനൊക്കെ വന്നു കഴിഞ്ഞപ്പോ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് ഭൂഗിലുകൾ നിങ്ങൾ പലർക്കും ആളുകൾക്ക് അറിയുന്നുണ്ടാവും. ആ ഒരു കാലഘട്ടം മാറി ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ അല്പമൊക്കെ കലാപരിപാടികളാണെങ്കിലും സാംസ്കാരിക പരിപാടികളാണെങ്കിലും അതിലൊക്കെ മത്സരം വരുമ്പോ എന്റെ കുട്ടിക്ക് സമ്മാനം കിട്ടണമെന്ന് വെച്ചിട്ടെങ്കിലും അതിന് തയ്യാറാക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ വളരെ വലിയ മാറ്റം, ഇതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും, നാടകമായാലും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളാണെങ്കിലും പൊതുപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാ യാഥാസ്ഥികത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതും അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞതിന്റെ നേട്ടമാണ് നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളതും, നമുക്കിന്ന് അഭിപ്രായം പറയാനും നമുക്കിന്ന് ഇടപെടാനും നമുക്ക് ആടണമെങ്കിൽ ആടാനും പാടണമെങ്കിൽ പാടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പഴയകാല ആളുകൾ ഒരുപാട് അടികൊണ്ടും ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടുമൊക്കെ വെടിവെച്ച കേട്ടുമൊക്കെയാണ് ഇങ്ങനെ നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു അവസ്ഥയിൽ നിന്ന് വളരെ മുന്നോട്ട് വന്ന് നമ്മുടെ പുരോഗമന ആശയങ്ങളുള്ള ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക മേഖല നമ്മുടെ നാട്ടിലെ പുരോഗമന ആശയങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും വലിയ സംഭാവനകൾ സാംസ്കാരിക നായകന്മാരുടെ പ്രവർത്തനങ്ങളും നാടക പ്രസ്ഥാനത്തിന്റെ ആയാലും കഥാപ്രസംഗങ്ങളിലൂടെയായാലും സാംബശിവനെ പോലെയുള്ള കഥികന്മാരൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളായാലും തോപ്പിൽ ബാസിയുടെ നാടകങ്ങളാണെങ്കിലും ഏറ്റവും അവസാനം നമുക്കറിയാം നമ്മളുടെയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തൃക്കളം കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗങ്ങളാണെങ്കിൽ പോലും അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അതൊക്കെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു പുരോഗമനപരമായ മണ്ണ് നമ്മളുടെ നാട്ടിൽ ഒരുക്കിയെടുക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇന്ന് വീണ്ടും അത്തരം ആശയപ്രചരണങ്ങൾക്കെതിരെ പല രീതിയിലുള്ള വെല്ലുവിളികളും ഉയർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ആ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഈ പുരോഗമന പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമായി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ അനിവാര്യത കൂടുതൽ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിലെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.